ഇതൊന്നുമില്ലാത്തൊരു ലോകം, അങ്ങനെ സ്വപ്നം കാണുന്നവരില്ലാത്ത, ഇനി സമരങ്ങളില്ല, സമരസപ്പെടലേ ഉള്ളൂ എന്നാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം മുതലാളിത്തം പറഞ്ഞത്. ഇനി എൻഡ് ഓഫ് ദി ഹിസ്റ്ററി. അങ്ങനെയാണെങ്കിലോ ജെൻസിയാണ്, ജെൻ ബീറ്റ വരുന്നു, വല്ലാതെ മാറുന്നു, പുതിയ ലോകങ്ങൾ ഉണ്ടാകുന്നു, പുതിയ ചുറ്റുപാടുകൾ ഉണ്ടാകുന്നു, പുതിയ അഭിരുചികൾ ഉണ്ടാകുന്നു. അവിടെയും ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കണം. മറ്റൊരു ലോകം സാധ്യമാണ്, സാധ്യമായാലേ മതിയാകൂ എന്ന് പറയുന്ന പൊളിറ്റിക്സ് പല രൂപത്തിൽ പല ഭാവത്തിൽ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഞങ്ങൾ ആ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ശേഷമുള്ളവരും ആ ജോലി ചെയ്യും. ഒരുപക്ഷെ ഞങ്ങൾ ചെയ്തതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട, കൂടുതൽ ക്രിയേറ്റീവായിട്ട് ആ ജോലി ചെയ്യാൻ കഴിയുന്നവർ പിന്നാലെ വരും. അതുകൊണ്ട് ആരും ഉപേക്ഷിച്ച് പോകുന്നില്ല. ഇവിടെ പറഞ്ഞതുപോലെ അത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. 1000 കാലങ്ങൾ പൂർത്തിയാക്കിയൊരു യാത്ര ആദ്യമായി ആരംഭിച്ചത്, ആദ്യമായി വെച്ചൊരു ചെറിയ ചുവടിൽ നിന്നാണ്. നമ്മൾ ഈ ഇരിക്കുന്ന വലിയ കെട്ടിടം പണിതുയർത്തിയത് എവിടെയോ വെച്ചാൽ ഇതിൻ്റെ മൂലയിൽ വെച്ചൊരു ചെറിയ മൂലക്കല്ലല്ലേ. അപ്പോൾ അത് തുടങ്ങാനുള്ള തീരുമാനമില്ലായിരുന്നുവെങ്കിൽ, ആ ചെറിയ മൂലക്കല്ല് വെച്ചിരുന്നെങ്കിൽ, അവിടെ നിന്ന് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ കെട്ടിടമില്ലല്ലോ, നമ്മൾ ഇരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലല്ലോ. യാത്രകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ തുടർന്നു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അനദർ വേൾഡ് ഈസ് പോസിബിൾ. അത് തന്നെയാണ് ആത്മവിശ്വാസം. തീർച്ചയായിട്ടും അന്യനെ കേൾക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ ലോകം പുലരട്ടെ, അത് കൂടുതൽ കുറ്റമറ്റതായി മാറട്ടെ.